നോക്കാം. ഡോക്ടർമാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രോട്ടോകോളിന് കൂടുതൽ സമയം നൽകാനാകില്ലെന്ന് ഹൈക്കോടതി. വന്ദനയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ കോടതിയെ സമീപിച്ചിട്ടില്ല. ഹർജി നൽകിയത് മരിച്ചയാളുമായി ബന്ധമില്ലാത്തയാളാണെന്ന് ഹൈക്കോടതി. ഇത്തരം കേസുകളിൽ നഷ്ടപരിഹാരത്തിന് എന്തെങ്കിലും പ്രോട്ടോകോൾ ഉണ്ടോ എന്നും കോടതി ചോദിച്ചു. നഷ്ടപരിഹാര കേസിൽ ഇടപെടാനില്ലെന്നും കോടതി. സുവി വിശ്വനാഥൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സുവി, എന്തൊക്കെയാണ് കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പറഞ്ഞത്? വിശദാംശങ്ങൾ. വന്ദനയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പ്രോട്ടോകോളിന് കൂടുതൽ സമയം നൽകാൻ സാധിക്കില്ല എന്ന് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. വന്ദനയുടെ കുടുംബത്തിന് 1 കോടി ആവശ്യപ്പെട്ട ഹർജിയെ സർക്കാർ എതിർത്തിരുന്നു. മജിസ്ട്രേറ്റുമാർക്ക് സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേക പ്രോട്ടോകോൾ ഇല്ല. ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രോട്ടോകോളിന്റെ കരടുണ്ടാക്കി. വന്ദന വിഷയത്തിന് ശേഷം 3 ആക്രമണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഓരോ വിഭാഗത്തിനും പ്രത്യേക പ്രോട്ടോകോൾ എന്നത് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. വ്യക്തിയുടെ സംരക്ഷണത്തേക്കാൾ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ നല്ല നടത്തിപ്പിനാണ് ആശുപത്രിയിൽ പോലീസ് ആളുകളെ കൊണ്ടുവരുന്നതിന് പ്രോട്ടോകോൾ വേണമെന്നും കോടതി ആവശ്യപ്പെടുന്നത് എന്നും കോടതി സർക്കാരിനോട് പറഞ്ഞു. ഏതായാലും പ്രോട്ടോകോളിന് കൂടുതൽ സമയം നൽകാൻ സാധിക്കില്ല, എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്നാണ് കോടതി പറയുന്നത്. ഒപ്പം തന്നെ വന്ദനയുടെ മാതാപിതാക്കൾ സർക്കാരിനെ സമീപിച്ചാൽ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്നും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കേസ് നിലനിൽക്കുമോ എന്ന് വാദിക്കേണ്ടി വരും എന്ന് അഭിഭാഷകൻ കോടതിയോട് പറയുകയും ചെയ്തു. ഏതായാലും ഡോക്ടർ വന്ദനയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് മാതാപിതാക്കൾ ഇതുവരെ സമീപിച്ചിട്ടില്ല. ഹർജി നൽകിയത് മറ്റേയാളുമായി ബന്ധമില്ലാത്തയാളാണെന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ കോടതിയെ ബോധിപ്പിച്ചിരിക്കുകയാണ്. ശരി സുവി തുടരുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഹൈക്കോടതിയിൽ നിന്നുള്ളത്. കോടതികളിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിലുള്ളപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി. ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി എല്ലാ SHOമാർക്കും നിർദ്ദേശം നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. സുവി തുടരുന്നുണ്ട്. സുവി, വളരെ നിർണായകമായ സുപ്രധാനപ്പെട്ട ഒരു ഉത്തരവ് തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇനി മുതൽ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട ആളുകൾക്ക് ഈ അറസ്റ്റ് തടയുന്നതിനും അല്ലെങ്കിൽ അറസ്റ്റിൽ നിന്ന് ഒഴിയാനുമുള്ള ഒരു സമയം കൂടി അവർക്ക് ലഭിക്കുകയാണ്, അല്ലേ? കോടതികളിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിലുള്ളപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി എല്ലാ SHOമാർക്കും നിർദ്ദേശം നൽകണം എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ് ഈ ഒരു സുപ്രധാന ഉത്തരവ് ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. KSFE ചിട്ടുപിടിച്ച് പണമടയ്ക്കാതെ തട്ടിപ്പ് നടത്തിയ താമരശ്ശേരി സ്വദേശി നിയാസ് അലിയെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നിലനിൽക്കെ അറസ്റ്റ് ചെയ്ത കേസ് പരിഗണിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവ്, സുപ്രധാന ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത താമരശ്ശേരി CAയെ കോടതിയിൽ നേരിട്ട് വിളിച്ചു വരുത്തി കോടതി ശാസിക്കുകയും ചെയ്തിട്ടുണ്ട്. ആര്യ. ശരി സുവി. അതേസമയം തന്നെ കൊച്ചി പുറംകടൽ ലഹരിക്കടത്ത് കേസിലെ പ്രതി സുബൈറിനെ 5 ദിവസത്തേക്ക് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കസ്റ്റഡിയിൽ വിട്ടു. എറണാകുളം അഡീഷണൽ സെക്ഷൻസ് കോടതിയുടേതാണ് നടപടി. സുവി തന്നെ വിശദാംശങ്ങൾ നൽകും. സുവി, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. ആര്യ, ആഴക്കടൽ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന പ്രതി സുബൈർ പാക് സ്വദേശിയാണ് എന്നാണ് ഇയാൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത്. സുബൈറിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ട് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയാണ് കോടതിയെ സമീപിച്ചത്. എന്നാൽ ഈ പ്രതിഭാഗം ഇന്നലെ വളരെ നിശിതമായി തന്നെ എതിർത്തിരുന്നു. തുടർന്ന് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും ഈ ആഴക്കടൽ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് എവിടെയാണ് ഇപ്പോൾ മദർഷിപ്പ് ഉള്ളത്, എവിടെ വെച്ചാണ് ഈ പ്രതിയെ പിടികൂടിയത്, എവിടെ വെച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത നൽകിയതിനു ശേഷം മാത്രം ഇക്കാര്യവുമായി മുന്നോട്ട് പോകാം എന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത്. അതിനെ തുടർന്ന് ഇന്ന് ഈ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഒരു സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പ്രത്യേകിച്ചും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറിയിച്ചത്, NCB അറിയിച്ചത് ഈ പ്രതി സുബൈർ പാക് സ്വദേശിയാണ് എന്നും ഇറാൻ സ്വദേശിയാണ് എന്നും ഒരേ സമയം തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അതിന് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യണം. ഒപ്പം നാവികസേനയാണ് ഈ ആഴക്കടലിലെ 25,000 കോടി രൂപയുടെ ലഹരി പിടിച്ചിരിക്കുന്നത്. നാവിക ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കുമ്പോൾ മാത്രമാണ്
ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വെച്ചാണ് ഇത് പിടിച്ചത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തമായ കാര്യം പറയാൻ കഴിയില്ല. കാരണം കുറ്റപത്രം സമർപ്പിക്കുമ്പോഴോ വിചാരണ കാലയളവിലോ മാത്രമാണ് ഈ ഇന്ത്യൻ സമുദ്ര തീരത്ത് വെച്ച് തന്നെയാണോ പ്രതിയെ പിടികൂടിയത് എന്നത് സംബന്ധിച്ച് വ്യക്തത നൽകാനാകൂ. അതിലേ പ്രസക്തിയുള്ളൂ എന്നാണ് ഇന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറിയിച്ചത്. ഏതായാലും ഇന്ന് പ്രതിയെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ശരി, സുവി വിശ്വനാഥനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലഹരി മാഫിയയ്ക്ക് ഒരു കുട്ടിയെ പോലും സ്വാധീനിക്കാൻ കഴിയുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി. നിശ്ചിത എണ്ണം കുട്ടികളുടെ മേൽനോട്ടം ഒരു ടീച്ചർ ഏറ്റെടുക്കണം. അധ്യാപകർ നിർബന്ധമായും കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റം തിരിച്ചറിയണം. സംസ്ഥാനത്തെ വിവിധ വിദ്യാലയങ്ങളിലെ പുതിയ കെട്ടിടങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ മുഴുപ്പിലങ്ങാട് മുഖ്യമന്ത്രി നിർവഹിച്ചു. ഒരുപാട് കുട്ടികളെ അതിൽ നിന്ന് മോചിതരാക്കാൻ കഴിയും. പുതിയ കുട്ടികളെ ആകർഷിക്കാൻ പറ്റാത്ത നിലയുണ്ടായി. അപ്പോൾ പഠന കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളിൽ കൂടി നാം ഗൗരവമായി ശ്രദ്ധ പതിപ്പിക്കണം. അതിന് ആവശ്യമായ കൗൺസിലർമാരെ അടക്കം ഉപയോഗിക്കേണ്ടതായിട്ട് വരും. സ്കൂളിലെ അധ്യാപകരെ നിർബന്ധമായും കുട്ടികളുടെ മാറ്റങ്ങൾ അറിയാൻ ശേഷിയുള്ളവരാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീക്ഷിക്കാത്ത മാറ്റം കുട്ടിയിലുണ്ടാകുന്നുവെങ്കിൽ അവിടെയുള്ള അധ്യാപികക്കോ അധ്യാപകനോ ആ കാര്യം തിരിച്ചറിയാനാകണം. അതിന് നിശ്ചിത എണ്ണം കുട്ടികളുടെ മെൻറ്ററായി ഒരു ടീച്ചർ ഉണ്ടായാൽ അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മനസ്സിലാക്കൽ എളുപ്പമായിരിക്കും. ST പ്രൊമോട്ടർ നിയമനത്തിൽ ക്രമക്കേടിന് നീക്കം. പാർട്ടിക്കൊടി പിടിച്ചവരെയും സംഘടനയുമായി ബന്ധമുള്ളവരെയും മാത്രം നിയമിക്കണമെന്ന് ആദിവാസി ക്ഷേമസമിതി നേതാവ് ആവശ്യപ്പെടുന്ന ശബ്ദരേഖ ന്യൂസ് 18 പുറത്തുവിട്ടു. CPM അനുകൂല ആദിവാസി സംഘടനയാണ് AKS. ST പ്രൊമോട്ടർമാരുടെ 1182 ഒഴിവുകളിലേക്ക് കഴിഞ്ഞ ദിവസമാണ് സർക്കാർ അപേക്ഷ ക്ഷണിച്ചത്. ST വിഭാഗത്തിൽ നിന്നുള്ള യുവതി യുവാക്കൾക്കാണ് ജോലിക്ക് അവസരം. പ്രതിമാസം TA ഉൾപ്പെടെ 13,500 രൂപ ഓണറേറിയം. കരാറടിസ്ഥാനത്തിൽ 2 വർഷത്തേക്കാണ് ജോലി. ഇതിലാണ് ആദിവാസി ക്ഷേമ സമിതിയുടെയും CPMന്റെയും പ്രവർത്തകരെ മാത്രം നിയമിക്കാനുള്ള ഗൂഢാലോചന പാർട്ടി തലത്തിൽ ആരംഭിച്ചത്. യൂണിറ്റുകളുമായി ബന്ധമുള്ള പഞ്ചായത്ത് കമ്മിറ്റിയുമായിട്ട് ബന്ധമുള്ള ആൾക്കാരെ നിയമിക്കാൻ വേണ്ടി തയ്യാറാവണം. ശുപാർശകൾ ചെയ്യുമ്പോൾ നേതാക്കന്മാർ ശുപാർശ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സംഘടനയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ശുപാർശ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഒരു കാരണവശാലും ഇനി ഞങ്ങൾ പ്രൊമോട്ടറായി വന്നതിന് ശേഷം ഞങ്ങൾ പണിയെടുത്തോളാം എന്ന രീതിയിൽ പറയുന്നവരെ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളുമായിട്ട് ബന്ധമില്ലാത്തവരെ പരമാവധി ഒഴിവാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. വിജ്ഞാപനമനുസരിച്ച് നിലവിലെ പ്രൊമോട്ടർമാർക്കും അപേക്ഷിക്കാം. എന്നാൽ ഇപ്പോഴത്തെ പ്രൊമോട്ടർമാരിൽ ഒരാൾ പോലും സംഘടനയുമായി സഹകരിക്കുന്നില്ലെന്നും അതിനാൽ അവരെ ഒഴിവാക്കണമെന്നുമാണ് നേതാവിന്റെ ആവശ്യം. നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇപ്പം കയറിയ ഒരു പ്രൊമോട്ടർ പോലും നമ്മുടെ സംഘടനയുമായോ പാർട്ടിയുമായോ ഏതാനും തരത്തിലുള്ള ബന്ധവും ഇല്ലയെന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം വിതുര ജംഗ്ഷനിൽ നമ്മുടെ വാഹന പ്രചരണ ജാഥ സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ആരെയും പേരെടുത്ത് പറയുന്നില്ല, ചില പ്രൊമോട്ടർമാർ അതുവഴി കറങ്ങിയും തിരിഞ്ഞുമൊക്കെ പോയിട്ട് പോലും അവിടെ എന്തിനാ നടത്തുന്നു എന്ന് പോലും തിരിഞ്ഞൊന്നും നോക്കാത്ത കുറേ ആൾക്കാരാണ് ഇപ്പം നിലവിലെ പ്രൊമോട്ടർമാരായിട്ടുള്ളത്. അപ്പോൾ അവരെയൊന്നും ഒരിക്കൽ പോലും നമുക്ക് സംരക്ഷിക്കുവാനോ വീണ്ടും പ്രൊമോട്ടറായി എടുക്കുവാനോ സാധ്യമല്ല. ആദിവാസി ക്ഷേമ സമിതി ജില്ലാ നേതാവിന്റെ ശബ്ദരേഖയാണ് ന്യൂസ് 18 പുറത്തുവിട്ടത്. എന്നാൽ ഇതേപ്പറ്റി പ്രതികരിക്കാൻ AKS നേതാക്കൾ ഇതുവരെയും തയ്യാറായിട്ടില്ല. പാർട്ടിക്കാരെ തിരികെ കയറ്റാൻ തിരുവനന്തപുരം നഗരസഭ നടത്തിയ തട്ടിപ്പ് ശ്രമത്തിന് സമാനമാണ് ഇവിടെയും ഉണ്ടായത്. പാർട്ടിക്കൊടി പിടിക്കാത്തവരും സംഘടനയുടെ ഭാഗമല്ലാത്തവരും ജോലി ചെയ്യേണ്ടെന്നാണ് ഈ നേതാവിന്റെ തിട്ടൂരം. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. ന്യൂസ് 18 വാർത്തയിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതിപക്ഷം ഉന്നയിക്കുന്ന പിൻവാതിൽ നിയമനം ശരിവെക്കുന്നതാണ് ന്യൂസ് 18 പുറത്തുകൊണ്ടുവന്ന ST പ്രൊമോട്ടർമാരുടെ നിയമനം സംബന്ധിച്ച വാർത്ത. നിയമനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. അത് ശ്രദ്ധയിൽപ്പെട്ടു. കാരണം SC പ്രൊമോട്ടർമാരുടെ നിയമനം നടക്കാൻ പോകുന്ന സമയത്ത്
മുഴുവൻ പാർട്ടിക്കാരെ കുത്തിനിറയ്ക്കുന്നതിന് വേണ്ടി. അപ്പൊ ഞങ്ങൾ നിരന്തരമായി ഉന്നയിക്കുന്ന ഈ പിൻവാതിൽ നിയമനങ്ങളെ സംബന്ധിച്ചും ബന്ധു നിയമനങ്ങളെ സംബന്ധിച്ചും സ്വജനപക്ഷപാത നിയമനങ്ങൾ നടക്കുന്നത് സംബന്ധിച്ചും ശരിവെക്കുന്ന ഒരു തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടി താഴേക്ക് മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്, പാർട്ടിക്കാരല്ലാത്ത ഒരാളെ നിയമിക്കാൻ പാടില്ലെന്ന്. ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്. അപ്പൊ ഈ നിയമനം മുഴുവൻ നിർത്തിവെച്ച് അത് സുതാര്യമായി ആ നിയമനം നടത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്തണം. ഇത് പാർട്ടിക്കാരെ കുത്തിയിറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. താഴേക്ക് പാർട്ടി മുകളിൽ നിന്ന് മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്, എല്ലായിടത്തും പാർട്ടിക്കാരെ മാത്രം വെച്ചാൽ മതിയെന്ന്. അപ്പൊ ഇവിടെ പാർട്ടിക്കാരല്ലാത്തവർക്ക് ജോലി കിട്ടില്ല, ഒരു പഞ്ചായത്തിൽ പോലും ജോലി കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾ 56 ദിവസം സമരം നടത്തിയതാണ്. ആ കോർപ്പറേഷനിലെ നിയമനത്തെക്കുറിച്ച് മാത്രമല്ല, പ്രതീകാത്മകമായിരുന്നു ആ സമരം. എല്ലാ സ്ഥലത്തും നടക്കുന്നത് ഇതുപോലെയുള്ള പിൻവാതിൽ നിയമനങ്ങളാണ്. പാർട്ടി മെസ്സേജ് കൊടുത്ത് പാർട്ടിക്കാർക്ക് മാത്രം, പാർട്ടിയുടെ ബന്ധുക്കൾക്ക് മാത്രം നിയമനം കൊടുക്കുന്ന ഒരു രീതിയാണ് സംസ്ഥാനത്ത് ഉടനീളമുള്ളത്. അതിന്റെ ഏറ്റവും വൈകി വന്ന തെളിവാണ് ഈ ശബ്ദരേഖ. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ ഗൌഡൌണിൽ തീപിടുത്തം. തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ ഫയർമാൻ രഞ്ജിത്ത് മരിച്ചു. കോൺക്രീറ്റ് ഇടിഞ്ഞ് രഞ്ജിത്തിന്റെ ശരീരത്തിലേക്ക് വീഴുകയായിരുന്നു. തീപിടുത്തത്തിൽ ദുരൂഹതയുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അർദ്ധരാത്രി 1:30 കൂടിയാണ് വലിയൊരു ശബ്ദത്തോടെ ഒരു പൊട്ടിത്തെറിയുണ്ടായത്. ഈ റൂമിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ ഇവിടെ എത്തി നോക്കുമ്പോൾ വലിയ രീതിയിൽ തീ കത്തിപ്പടർന്നിരുന്നു. പിന്നാലെ ഫയർഫോഴ്സിനെ അറിയിക്കുകയും ഫയർഫോഴ്സ് ഇവിടെ എത്തുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഇതിനിടെയാണ് ഫയർഫോഴ്സ് ജീവനക്കാരനായ രഞ്ജിത്ത് ഈ കെട്ടിടത്തിൻ്റെ കോൺക്രീറ്റ് ഇടിഞ്ഞു വീണ് മരണത്തിലേക്ക് പോയത്. ഒരു സൗണ്ടോടുകൂടി തീയേറിയ കത്തിപ്പിടിച്ചു. പേടിക്കാൻ സൗണ്ട് കേട്ടാ പിന്നെ ഷട്ടർ ഇട്ട ഒരു ഷട്ടർ ഉണ്ടായിരുന്നു. ആ ഷട്ടർ ബ്രേക്ക് ചെയ്ത് അകത്തേക്ക് പോകുന്നതിനിടയിൽ, ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അതിന് മുകളിലത്തുള്ള ഷട്ടറിൻ്റെ മുകളിലുള്ള ബീം ഉൾപ്പെടെയുള്ള ഒരു ഹോളോ ബ്രിക്സിൻ്റെ ഒരു ബ്ലോക്ക് അടർന്നു വീഴുകയാണ് ചെയ്തത്. അപ്പോൾ അത് രഞ്ജിത്തിൻ്റെ ബാക്കിലുണ്ടായിരുന്നവർക്ക് അവർ മാറാൻ പറ്റും, രഞ്ജിത്തിന് മാറാൻ പറ്റിയില്ല. അങ്ങനെ സംഭവിച്ചതാണ്. ഫയർഫോഴ്സ് ജീവനക്കാരൻ രഞ്ജിത്തിനെ ഇവിടുന്ന് മാറ്റിയ ശേഷം ഏകദേശം 6 മണിക്കൂറോളം രക്ഷാപ്രവർത്തനം തുടർന്നു. ഏകദേശം രാവിലെ 9 മണിയോടുകൂടി മാത്രമാണ് തീ പൂർണ്ണമായി അണയ്ക്കാനായത്. അപ്പോഴും ചില ഭാഗങ്ങളിൽ നിന്ന് തീ ഉയർന്നുകൊണ്ടിരുന്നു. 4 മുറിയുള്ള 2000 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള ഈ കെട്ടിടമാണ്. പക്ഷേ ഇതൊരു താൽക്കാലികമായി നിർമ്മിച്ച കെട്ടിടമാണ്. ഇൻസ്ട്രക്ഷൻസ് എല്ലാ കമ്പനികൾക്കും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേനൽക്കാലം ആകുന്നതോടുകൂടി തന്നെ ഏതെല്ലാം നിലയിൽ ഫയർ ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളത്, ഫയർ സുരക്ഷ എടുക്കണം എന്നുള്ളത് എല്ലാ കമ്പനികൾക്കും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പാർക്കിൽ നിന്ന് നമ്മൾ എല്ലാ കമ്പനികളുടെ അറിയിക്കും ഏതൊക്കെ നിലയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് വേണ്ടതെന്നുള്ളത്. കെമിക്കൽസ് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ MSDS പ്രത്യേകമായിട്ട് ഗേറ്റിൽ കൊടുത്തിരിക്കണം. ഏത് നിലയിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പ്രിക്കോഷൻസ് എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ കമ്പനികളും എടുക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പാർക്കിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ബ്ലീച്ചിങ് പൗഡറും മറ്റ് സുരക്ഷാ ഉപകരണങ്ങളും മാത്രം സൂക്ഷിച്ചിരുന്ന ഗോഡൌണാണ് എന്നായിരുന്നു ആദ്യം KMSCL-ന്റെ ഔദ്യോഗിക പ്രതികരണം. എന്നാൽ അതിനുശേഷം ഈ കാണുന്ന മരുന്നുകൾ നമ്മൾ ദൃശ്യങ്ങൾ മുന്നിലെത്തിച്ചപ്പോഴാണ് മരുന്നുകളുണ്ട് എന്ന വിവരം പുറത്തറിയുന്നത്. പക്ഷേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ മരുന്നുകൾ ഭൂരിഭാഗവും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളായിരുന്നു. അതായത് 2014 ഇത് എക്സ്പയറി ഡേറ്റായ 2014 ശേഷം ഏകദേശം 10 വർഷത്തോളമായി ഇവിടെ അനാവശ്യമായി സൂക്ഷിക്കുന്ന മരുന്നുകളായിരുന്നു. എന്തിനാണ് ഇവിടെ ഈ മരുന്നുകൾ സൂക്ഷിച്ചു എന്നതിൻ്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ ഇപ്പോഴും ആർക്കും കഴിഞ്ഞിട്ടില്ല. സെപ്പറേറ്റ് ആയിട്ടാണ് സൂക്ഷിച്ചത്. ഈ മെഡിസിനുകൾ ഇവിടെ വരാനുണ്ടാവുന്ന ഇല്ല, മെഡിസിൻ അപ്പുറത്തെ വെയർഹൗസ് ആണ്. GH-ന്റെ അടുത്ത് നമുക്കൊരു വെയർഹൗസ് ഉണ്ട്. കൂടി കിടക്കുന്ന ടാബ്ലറ്റ് സ്ട്രിപ്പുകൾ കാണുന്നുണ്ടല്ലോ. ഏകദേശം 1 കോടി രൂപയോളം ഉള്ള ഒരു കെമിക്കൽസ് ആണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അത് നമ്മൾ മാറ്റി നമ്മൾ മരുന്നുകളിൽ നിന്ന് മാറ്റി തന്നെയാണ് അത് വെച്ചിരുന്നത്. കാരണം അതങ്ങനെ വെക്കുന്നതാണ് സേഫ് എന്നുള്ളതുകൊണ്ട് അത് മാറ്റിയാണ് വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരു അന്വേഷണം. കിംഫ്ര 10 വർഷം മുൻപ് നിർമ്മിച്ചതായിരുന്നു ഈ കെട്ടിടം. ഇത് ഗോഡൌൺ എന്ന നിലയിൽ തന്നെ മുൻപ് കരാറുണ്ടായിരുന്നവർക്ക് വേണ്ടി നിർമ്മിച്ചതായിരുന്നു. അതിനുശേഷം KMSCL കരാർ എടുത്ത ശേഷം വീണ്ടും KMSCL ഇതൊരു ഗോഡൌണായി ഉപയോഗിക്കുകയായിരുന്നു. ഇതൊരു താൽക്കാലികമായി നിർമ്മിച്ച കെട്ടിടം പോലെയായിരുന്നു. അതായത് ഇതിൻ്റെ ചുവരുകൾ സിമൻറ്റ് കട്ട കൊണ്ട് നിർമ്മിക്കുകയും ഇതിൻ്റെ മേൽക്കൂര ഈ ഷീറ്റുകൾ ഉപയോഗിച്ച് മറയ്ക്കുകയും ചെയ്ത രീതിയിലായിരുന്നു കെട്ടിടം. പക്ഷേ ഈ കെട്ടിടത്തിൽ ഫയർഫോഴ്സിൻ്റെ NOC ഉണ്ടായിരുന്നില്ല. ഒപ്പം തീ പിടിച്ചാൽ അത് കെടുത്താനുള്ള ഉപകരണങ്ങളും ഇവിടെ സൂക്ഷിച്ചിരുന്നില്ല. അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ, ഫയർ എക്സ്റ്റിംഗ്വിഷർ അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു? ഇല്ല, അത്തരത്തിലുള്ള സംവിധാനം യാതൊന്നുമില്ല. NOC ഫയർഫോഴ്സിന്റെ NOC ഉണ്ടായിരുന്നു? NOC ഉണ്ടായിരുന്നു? ഇല്ല, ഞങ്ങൾ NOC നൽകിയിട്ടില്ലാത്ത കെട്ടിടം തന്നെയാണ്.
സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടു. അതിന് കാരണങ്ങളുണ്ട്. ഒരു അഴിമതിയുടെ കൂടാരമായി KMCL മാറിയെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ഇത് മരുന്നിനാണ് തീ പിടിച്ചിരിക്കുന്നത്, കാശ് കൊടുത്ത് മേടിച്ചു വെച്ച മരുന്നിന്. അപ്പൊ ആ തീപിടുത്തം ദുരൂഹത നിറഞ്ഞ തീപിടുത്തമാണ്. അതിനകത്ത് മനഃപൂർവ്വമായി ഉണ്ടാക്കിയിരിക്കുന്ന തീപിടുത്തമാണെന്നാണ് പ്രാഥമിക വിവരങ്ങൾ മനസ്സിലാകുന്നത്. രക്ഷാപ്രവർത്തനത്തിനെത്തിയ 32 വയസ്സുള്ള ഒരു ഫയർഫോഴ്സ് ജീവനക്കാരന്റെ ജീവൻ നഷ്ടപ്പെട്ട ദുരന്തമാണിത്. ഒപ്പം 1,22 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് പ്രാഥമികമായും വിലയിരുത്തുന്നു. സമഗ്രമായ അന്വേഷണം നടത്തി എന്താണ് ദുരന്തത്തിന് കാരണമായതെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുമുണ്ട്. ക്യാമറാമാൻ അരുൺ പാലോടിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. 5 ദിവസത്തിനിടെ ഒരേ സ്വഭാവമുള്ള രണ്ടാമത്തെ തീപിടുത്തമാണ് KMCL ഗോഡൌണിൽ ഉണ്ടായത്. ബ്ലീച്ചിംഗ് പൗഡർ സൂക്ഷിച്ചിരുന്ന ഗോഡൌണിൽ എങ്ങനെ തീപിടിച്ചു? കാലാവധി കഴിഞ്ഞ മരുന്നുകൾ എങ്ങനെ ഗോഡൌണിൽ വന്നു തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. പ്രതിപക്ഷം ഗൂഢാലോചന ആരോപിച്ചതോടെ വിഷയം രാഷ്ട്രീയപരമായും ചർച്ചയാകും. കൊല്ലത്തെ KMCL ഗോഡൌണിൽ തീപിടിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ച അർദ്ധരാത്രിയായിരുന്നു. അവിടെയും ബ്ലീച്ചിംഗ് പൗഡറായിരുന്നു കൂടുതൽ സൂക്ഷിച്ചിരുന്നത്. 5 ദിവസത്തിന് ശേഷം തിരുവനന്തപുരത്തും അർദ്ധരാത്രി ഗോഡൌണിന് തീപിടിച്ചു. 30,000-ഓളം കിലോഗ്രാം ബ്ലീച്ചിംഗ് പൗഡറാണ് ഇവിടെ സൂക്ഷിച്ചിരുന്നത്. ഒപ്പം കലാമിൻ ലോഷൻ, സർജിക്കൽ സ്പിരിറ്റ് അടക്കമുള്ള മറ്റ് 15 വസ്തുക്കളും. ഇന്നലെ മഴ പെയ്തതിനാൽ ചൂട് കുറവായിരുന്നു. അതിനാൽ വേനൽക്കാല തീപിടുത്തവുമായി ഈ തീപിടുത്തത്തെ ബന്ധപ്പെടുത്താനാകില്ല. കെട്ടിടത്തിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇല്ലാത്തതിനാൽ ഷോർട്ട് സർക്യൂട്ടിനും സാധ്യതയില്ല. ഇന്നലെ രാത്രി കഴക്കൂട്ടം ഭാഗത്ത് ഇടിമിന്നലില്ലാത്തതിനാൽ ആ സാധ്യതയും തള്ളിക്കളയുന്നുണ്ട്. ബ്ലീച്ചിംഗ് പൗഡറുമായി വെള്ളമോ ആൽക്കഹോളോ പ്രതിപ്രവർത്തിച്ചാൽ എക്സോതെർമിക് റിയാക്ഷൻ അഥവാ ചൂട് പുറന്തള്ളൽ പ്രക്രിയയ്ക്ക് സാധ്യതയുണ്ട്. കാരണം എന്താണ് എന്ന് ഏതാണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ബ്ലീച്ചിങ് പൗഡർ ഈ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് പുകയും. അതുപോലെ അതിൽ ആൽക്കഹോൾ കലർന്ന എന്തെങ്കിലും വസ്തുക്കൾ ടച്ച് ചെയ്താലും തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒരുമിച്ച് സൂക്ഷിച്ചിരുന്നതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യത നമ്മുടെ ഫയർ ഓഫീസർമാർ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ് ആയിട്ട് ഇതിലൊരു ഇൻവെസ്റ്റിഗേഷന് ശേഷം, ഫോറൻസിക് പരിശോധനയ്ക്കും ശേഷം പോലീസിന് മാത്രമേ പറയാൻ പറ്റൂ. ഇത്തരത്തിൽ പ്രതിപ്രവർത്തനത്തിന് ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. പുതിയ MD ജീവൻ ബാബു ചുമതലയേറ്റെടുത്ത് 1 മാസം പൂർത്തിയാകും മുൻപാണ് 2 സ്ഫോടനങ്ങളും. പുതിയ MDക്കെതിരെയുള്ള നീക്കമാണോ തീപിടുത്തമെന്നും സംശയിക്കുന്നവരുണ്ട്. KMCL വിവാദത്തിലാവുന്നത് ഇത് ആദ്യമല്ല. പലപ്പോഴും അഴിമതിയുമായി ബന്ധപ്പെട്ട് KMCLന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. ഇപ്പോൾ ധനവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്. ഈ തീപിടുത്തത്തോടൊപ്പം മറ്റെന്തെങ്കിലുമെല്ലാം കത്തിനശിച്ചു പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നതും. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണ്ണഗ്രാമിന് 5,590 രൂപ, പവന് 44,720 രൂപ. വെള്ളിഗ്രാമിന് 78 രൂപ, കിലോയ്ക്ക് 78,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,813 രൂപ.